ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് മറ്റൊന്നുമല്ല, എങ്ങനെയാണ് ഫൈൻഡ് മൈ ഐഫോൺ എന്ന് പറഞ്ഞ ഫീച്ചർ, ആപ്പിളിൻ്റെ ഒരു ഫീച്ചർ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ പി സിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണോ വെച്ചാണ് നിങ്ങളത് ആക്സസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐക്ലൗഡിലേക്ക് നിങ്ങൾ എങ്ങനെ പി സിയിൽ വെച്ച് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വെച്ച് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന വീഡിയോ ആദ്യമേ കാണാം. അപ്പം അത് ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം. ജസ്റ്റ് അത് ആദ്യമേ പോയി കാണും, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം നിങ്ങൾ അത്ര എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കയറി വരുന്നിരിക്കുന്നത് ഐക്ലൗഡ് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വരുന്നത് ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും, ഈ സ്ക്രീൻ. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്ലൗഡിൻ്റെ പി സി വെർഷൻ്റെ സ്ക്രീനാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഈ റൈറ്റ് കോർണറിൽ താഴെ ഡൗൺ കോർണറിൽ ഫൈൻഡ് ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചില കേസിൽ നിങ്ങളുടെ അടുത്ത് ചിലപ്പം നിങ്ങളുടെ ഐക്ലൗഡ് ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പം ഒരു മാപ്പ് വന്നിട്ടുണ്ട്. ഈ മാപ്പിനകത്ത് ഇതിപ്പോൾ എക്സാക്ട്ലി എൻ്റെ ഐഫോൺ എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ലൊക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ലെസ് ദാൻ എ മിനിറ്റ് എഗോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആണോ, ഇത് എൻ്റെ കറണ്ട് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോണിൻ്റെ സ്റ്റാറ്റസാണ്. ഇതിപ്പം മേ ബി ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പം വേറൊരു ഐഫോണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ലൊക്കേഷൻ കാണിക്കും. ഓക്കെ, നേരെ തിരിച്ച് എൻ്റെ കയ്യിലിപ്പോൾ എനിക്ക് ഐപോഡ് ഉണ്ട്, പക്ഷേ ഐപോഡ് ഇപ്പം എൻ്റെ ഫോണുമായിട്ട് കണക്റ്റഡ് അല്ല. ഫോണുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു, എന്നിട്ട് ലോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കും. ഓക്കെ, ഈ സെയിം സ്പോട്ടിലായിട്ട് കാണിക്കും. അതൊന്നും എനിക്ക് ഇതേ സെയിം ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് ലോസ്റ്റ് മോഡ് ഇടാനും പ്ലേ സൗണ്ട് ചെയ്യാനും റേസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, എനിവേ, അപ്പോൾ ഓൾറെഡി ഞാൻ ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് മൈ ഐഫോൺ എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് തരുന്ന ഫീച്ചേഴ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്, ലോസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഐക്ലൗഡിൽ നിന്ന് ജസ്റ്റ് ടോട്ടലി നമുക്ക് എൻ്റയർലി എൻ്റെ ഐഫോൺ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരുന്നത് പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അപ്പം പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഫോൺ സൈലൻറ്റിലാണെങ്കിൽ പോലും ഫോണാണെന്നുണ്ടെങ്കിൽ റിങ് ചെയ്യും. ആണോ, എൻ്റെ കേസിൽ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെവിടെയെങ്കിലും വെച്ച് മറന്നുപോയി അങ്ങനെ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അലേർട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഫോൺ ഞാൻ അവിടെ വെച്ച് മറന്നുപോയി, പക്ഷേ എനിക്ക് അറിയത്തില്ല എവിടെ ഇരിക്കുന്നത്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നേരെ തിരിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഹൈഡ് ചെയ്യാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോക്കറ്റ് കയറി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് റിങ് ചെയ്ത് നമുക്ക് സാധനം കണ്ടുപിടിക്കും. സെക്കൻഡ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇച്ചിരി നമുക്ക് നെസസറി ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ലോസ്റ്റ് മോഡ്. നമ്മൾ ലോസ്റ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് നമുക്ക് ലോസ്റ്റ് മോഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഐഫോൺ അല്ലെങ്കിൽ ഈവൻ ഐപാഡിലാണെങ്കിലും പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇത് കളഞ്ഞു കിട്ടിയ ആൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ മെൻഷൻ ചെയ്യണം. ലൈക്ക് ഓക്കെ, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യും. അപ്പം എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അപ്പം എൻ്റെ ഫോണിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് മാറി ലോസ്റ്റ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് എൻ്റെ ഫോണിനകത്ത് എങ്ങനെയായിരിക്കും സ്ക്രീൻ അതേ സെയിം രീതിയിൽ തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇതേ സെയിം സ്ക്രീനാണ് ഇപ്പോൾ എൻ്റെ ഫോണിനകത്തും കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പം ഇതാണ് നമുക്ക് തരുന്ന ഫീച്ചേഴ്സ്. അപ്പം നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എമർജൻസി കോൾ ബട്ടൺ ഉണ്ട്. നമുക്ക് നമ്മൾ ആദ്യമേ അവിടെ പേസ്റ്റ് ചെയ്തിരുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ കൊടുത്ത മെസ്സേജ് മേളിൽ റൈറ്റ് ചെയ്തിരിക്കും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പഴയതുപോലെ എൻ്റെ പിൻ അടിച്ച് എനിക്ക് അൺലോക്ക് ചെയ്ത് ജസ്റ്റ് എനിക്ക് ഫോൺ യൂസ് ചെയ്യാം ബാക്ക് ടു നോർമൽ. പക്ഷേ അപ്പോഴും ഇവിടെ ലോസ്റ്റ് മോഡായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് മാർക്കോളും, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയി കഴിയുമ്പോൾ. അപ്പം പിന്നെ ഉള്ളൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. ഇതന്നെ ഓക്കെ, ലോസ്റ്റ് മോഡ് ഇപ്പം മാറിയിട്ടുണ്ട്, ഞാൻ പിന്നെ അടിച്ച് അകത്ത് കയറിയപ്പം. ഇനി നമുക്ക് ഇറേസ് ഐഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റയർലി എൻ്റെ ഈ ഐഫോൺ എൻ്റെ ഐക്ലൗഡ് ഐ ഡിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇറേസ് ദ ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊരു ലൈക്ക് തരിക. പിന്നെ എൻ്റെ ഇതുപോലത്തെ മോർ ടിപ്സ് എൻ്റെ വീഡിയോസിൽ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. ജസ്റ്റ് അപ്പം
സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.